ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷൻ അപകടത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് ധനസഹായം റെയിൽവേ പ്രഖ്യാപിച്ചു. 18 പേരാണ് ഈ അപകടത്തിൽ മരിച്ചത്. മരിച്ചവരുടെ കുടുംബത്തിന് 10 ലക്ഷം രൂപയും ഗുരുതരമായി പരിക്കേറ്റ ആളുകൾക്ക് 2.5 ലക്ഷം രൂപയും നൽകും. അപകടത്തിൽ മരിച്ചവരുടെ എണ്ണം ഇപ്പോൾ 18 ആണ്. ചില ആളുകളുടെ നില ഗുരുതരമായി തുടരുകയാണ്. റെയിൽവേയുടെയും കേന്ദ്ര സർക്കാരിൻ്റെയും അനാസ്ഥയാണ് ദുരന്തത്തിനിടയാക്കിയെന്ന് ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വിമർശനം ഉന്നയിച്ചു. അപകടമുണ്ടായത് തിക്കിലും തിരക്കിലുമെന്ന് ദൃക്സാക്ഷി വേദ് പ്രകാശ് 24നോട്. जा रहे थे नहाने के लिए। कितना भीड़ है उधर से? बहुत भीड़ था। आपका प्लेटफॉर्म नंबर? 14 नंबर। भीड़ देखा सीढ़ियों में, जब जिस हम सीढ़ियों से ऊपर चढ़े थे जब सारा वो था। बाद में आई हो तो आई हो जी। അപകടം നടന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വിനീത വി ജി തത്സമയം ചേരുകയാണ്. വിനീത, ഗുഡ് മോർണിംഗ്. വിനീത, യഥാർത്ഥത്തിൽ ഗവൺമെൻറ് 10 ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചിരിക്കുന്നു മരിച്ചവർക്ക്. ശരിക്കും യഥാർത്ഥത്തിൽ ഈ അപകടത്തിൻ്റെ തീവ്രത മറച്ചുവെക്കാൻ ആദ്യം കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ശ്രമമുണ്ടായി എന്ന രീതിയിലും ആരോപണങ്ങൾ വരുന്നു. എന്തൊക്കെയാണ് യാഥാർത്ഥ്യങ്ങൾ? തീർച്ചയായും എസ്കെൻ സൂചിപ്പിച്ചതുപോലെ അത്തരത്തിലേക്കൊരു ആരോപണമുണ്ട്. ഇതിനോടകം തന്നെ പ്രതിപക്ഷ നേതാക്കളൊക്കെ അത്തരം ആരോപണവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അങ്ങനെ തന്നെയാണ് ഇപ്പോൾ KC വേണുഗോപാലിന്റെ ഒരു പ്രതികരണം വന്നിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഈ അപകടത്തിന്റെ ഒരു തീവ്രത കുറയ്ക്കാൻ സർക്കാർ ശ്രമിച്ചു എന്നാണ് അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ഇനിയും എത്ര പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്, എത്ര പേർക്ക് ഈ അപകടത്തിൽ ജീവൻ നഷ്ടമായി, അതിന്റെ യഥാർത്ഥ കണക്ക് ഇനി എന്നാണ്, എപ്പോഴാണ് അറിയാൻ കഴിയുക എന്നൊരു പരാമർശമാണ് അദ്ദേഹം ആദ്യം പുറത്ത് വിട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു കാര്യവും ഈ അപകടം സംബന്ധിച്ച ആദ്യം ഈ പ്രചരിക്കുന്ന വാർത്തകൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ സംഭവങ്ങളൊക്കെ തെറ്റാണെന്ന തരത്തിലാണ് റെയിൽവേയുടെയും ഒരു പ്രതികരണം വന്നിട്ടുണ്ടായിരുന്നത്. പിന്നാലെയാണ് ആ പോസ്റ്റ് തിരുത്തുകയും എങ്ങനെയൊരു അപകടം ഉണ്ടായ തരത്തിൽ റെയിൽവേ സ്ഥിരീകരിക്കുകയും ചെയ്തത്. എസ്കെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ആശുപത്രിക്ക് മുൻപിലാണ്. ഈ ലോക്നായക് ഹോസ്പിറ്റലിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. അതിൻ്റെ മുൻവശത്താണുള്ളത്. ഏതാണ്ട് 15 പേർ, ഈ അപകടത്തിൽ 18 പേർക്കാണ് ജീവൻ നഷ്ടമായത്. ഇതിൽ 15 പേരുടെ മൃതദേഹം ഈ ആശുപത്രിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്. ഇപ്പോൾ മറ്റേ പോസ്റ്റ്മോർട്ടം നടപടികൾ തുടങ്ങിയിരിക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമുള്ള മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയാണ്. ഇപ്പോൾ അവരെ മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങുന്നതിനും മറ്റുമായി അല്പസമയം മുൻപാണ് ചിലർ ബന്ധുക്കളൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. വലിയ ദാരുണമായിട്ടുള്ളൊരു അപകടം തന്നെ എന്നാണ് നമുക്ക് പറയാൻ കഴിയുക. ഹരിയാനയിൽ നിന്നുള്ള ഒരാൾ, ഒപ്പം തന്നെ ഡൽഹി സ്വദേശികൾ എന്നിങ്ങനെ വിവിധ ഇടങ്ങളിൽ നിന്നുള്ള ആളുകളൊക്കെയാണ് ഈ അപകടത്തിൽ അവർക്ക് ജീവൻ നഷ്ടമാവുകയും ഒപ്പം തന്നെ പരിക്കേൽക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ആശുപത്രിയിൽ ഏതാണ്ട് 12ഓളം പേർക്ക് പരിക്കേറ്റ് അവരും ഈ ആശുപത്രിയിൽ ചികിത്സയിൽ തന്നെയാണുള്ളത്. ചിലരുടെ നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. ആശുപത്രിയുടെ മുൻവശത്ത് വലിയ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആംബുലൻസിനും മറ്റും പോകുന്നതിനുമുള്ള ഒരു ക്രമീകരണവും ഇവിടെ ഇങ്ങനെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഈ മരിച്ചവരിൽ 9 പേർ ബീഹാർ സ്വദേശികളെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ 8 പേർ ഡൽഹിയിൽ നിന്നുള്ളവരാണ്. ഒരാൾ ഹരിയാന സ്വദേശിയാണ്. അരവിന്ദ് കെജ്രിവാൾ അടക്കമുള്ള നേതാക്കളൊക്കെ തന്നെ ഇതിനോടകം അനുശോചനവും അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ റെയിൽവേ മന്ത്രാലയത്തിന്റെ ഒരു ഉന്നതതല യോഗം ഇപ്പോൾ ചേരാൻ പോവുകയാണ്. ഈ റെയിൽവേ സ്റ്റേഷൻ അപകടം, അത് സംബന്ധിച്ചുകൊണ്ടുള്ള സ്ഥിതിഗതികൾ, നിലവിലെ ക്രമീകരണങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നതിന് കൂടി വേണ്ടിയിട്ടാണ് ഈ യോഗം ചേരുന്നത്. കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവാണ് ഉന്നതതല യോഗം വിളിച്ചിരിക്കുന്നത്. എസ്കെ, ഓക്കെ, വിനീത വി ജിയാണ് അപകടം നടന്ന ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്നും തത്സമയം ചേർന്നത്. ഈ അപകടത്തിൽ 18 പേരാണ് മരിച്ചത്. ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ അപകടമുണ്ടായത്. തിക്കിലും തിരക്കിലും പെട്ട ആളുകൾ മരിക്കുകയായിരുന്നു എന്നാണ് ഏറ്റവും അവസാനം ലഭിക്കുന്ന വാർത്ത.